പിന്നെ സയാൻ TK എന്നെ തല്ലി, തല പൊട്ടി. അവനെപ്പോഴും എന്നെ കാട്ടലുണ്ട്. അവനിപ്പോ എവിടെ ഉണ്ടാവുക? അവൻ ഗ്രൗണ്ടിലുണ്ടാവും. ഇരിക്കണേ എന്താ? നീ എന്തിനാ തല്ലിയേ? നീ കൊറേ ആയാലും ഇവനെ തല്ലാൻ നിക്കണേ. ഇവനെ തല പൊട്ടിയില്ലേ? എന്താടാ? ഓ ഇന്നെ കാട്ടി, അപ്പൊ ഞാൻ ഓനെ തിരിച്ചടിച്ച്. അതിന് തലക്ക് തല്ലല, അവനെ തലക്കെന്തേലും പറ്റണെങ്കിലോ? ആ നിങ്ങൾ ചെക്കനോട് അടങ്ങിക്കാൻ പറയും. ഞാൻ ഇന്നും കാട്ടു. നീ എന്താ ചെലക്കണേ? ഓനെന്തെങ്കിലും പറ്റിയോ? മാമൻ എന്താ പറ്റി? അത് മാമ, അവനെന്താ പറ്റിയെന്ന് അറിയില്ല. അവൻ വിളിച്ചിട്ട് എണീക്കണില്ല. എനിക്കൊക്കെ പേടിയാവുണ്ട്. എന്തൊക്കെ കാട്ടി ചെറിയ ചെക്കനെ? ഇപ്പൊ എന്താ ചെയ്യാ? ആരെങ്കിലും അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? പറയൂ, പോലീസ് കേസാ. ഇപ്പൊ എന്ത് ചെയ്യാ? ഈ എന്തിനാ ഇവന്റെ വാക്കും കേട്ടി പോയോനെ തല്ലാൻ പോയത്? എനിക്ക് ചെറിയ ഇത്ര വലുപ്പല്ലേ ചെറിയ കുട്ടികളെ വാക്കും കേട്ടിട്ട്? ഇതെന്താ അവസ്ഥ എനിക്കറിയോ? കൊലപാതകമാണ്. ഒരു ചെക്കനെ തച്ച് കൊന്നത്. പോലീസ് പേടിയാവണ്. എന്താ ചെയ്യാ? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഇവൻ്റെ ബോഡി വല്ല മാറ്റണം. അതേ ഇനി ഒരു വഴിയുള്ളൂ. നാളെ ആര് ചോദിച്ചാലും ഇവനെ നമ്മൾ കണ്ടിട്ടില്ല. ജയാൻറ്റിക്കിനെ പറ്റി യാതൊരു ഇത് നമുക്കറിയില്ല. നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് ഇവിടെ ഒക്കെ വന്നിട്ടില്ല, അവനെ കണ്ടിട്ടില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് മൈൻഡിൽ നിന്ന് ഫുള്ള് മായ്ച്ച് കളഞ്ഞേക്കും. ഓക്കെ? ഇവൻ്റെ ബോഡി ഇവിടെ എവിടെയെങ്കിലും കുഴിച്ച് വേണം. പക്ഷെ ഇവിടെ എടുത്തോടും പറ്റൂല, കാരണം അതിൻ്റെ സ്മെല്ല് എന്തെങ്കിലും കിട്ടും. അതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ അവിടെ പൊട്ടങ്കിണറില്ലേ, അവിടെ ചീഞ്ഞ കോയിനും ഇതിനെ കൊണ്ടുവന്ന സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്തൊരു കുഴി കുത്തി ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ ആരും സംശയിക്കൂല. എൻ്റെ ബോഡി നമുക്ക് വേഗം അങ്ങോട്ട് കൊണ്ടുപോകുക. കുഴി റെഡിയാണ്, വേഗം അടക്കം ചെയ്യണം. നമുക്ക് ഇപ്പം ചോദിക്കാൻ പോണം. ആ സാറില്ല, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? നാളെ ഷെയ്ഖിൻ്റെ അടുത്ത് റെഡിയാക്കിയാൽ മതി കേട്ടോ.